നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ടിലെ വിവിധ കൌൺസിലുകൾ അവരുടെ പ്രദേശങ്ങളിലെ ഹോട്ടലുകളിൽ താമസിക്കുന്ന അഭയാർത്ഥികളെ പുറത്താക്കുവാനുള്ള നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ട്. എക്സസിലെ എപ്പിംഗിലുള്ള ബെൽ ഹോട്ടലിൽ അഭയാർത്ഥികളെ താമസിപ്പിക്കുന്നതിൽ നിന്ന് വിലക്കുവാൻ ജില്ലാ കൌൺസിലിന് ഹൈക്കോടതി താൽക്കാലിക ഉത്തരവ് നൽകിയതിനെ തുടർന്നാണ് നടപടി. റിഫോം UK നിയന്ത്രിക്കുന്ന 12 കൌൺസിലുകളും എപ്പിംഗിന്റെ മാതൃക പിന്തുടരുവാൻ അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമം നടത്തുമെന്ന് പാർട്ടി നേതാവ് നൈജൽ ഫാരേജ് അറിയിച്ചു. ഹഡ്ഫോർഡ് ഡഡ്ഷെയറിലെ ബ്രാക്സ്ബോൺ ജില്ലയിലെ കൺസർവേറ്റീവ് പാർട്ടി നിയന്ത്രിത കൌൺസിലും സമാനമായ നടപടി പരിഗണിക്കുന്നതായി അറിയിച്ചു. നിയമാനുസൃതമായ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി സർക്കാർ പ്രാദേശിക അധികാരികളുമായി തുടർന്നും സഹകരിക്കുമെന്ന് ബോർഡർ സെക്യൂരിറ്റി മിനിസ്റ്റർ ആഞ്ചലിയ ഈഗൽ അറിയിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം UK പൌണ്ടും ഇന്ത്യൻ രൂപയും തമ്മിലുള്ള വിനിമയ നിരക്കിൽ വീണ്ടും വർധനവ് രേഖപ്പെടുത്തി. ഒരു UK പൌണ്ടിന്റെ ഇന്ത്യൻ മൂല്യം 117 രൂപ 26 പൈസയായാണ് ഉയർന്നിരിക്കുന്നത്. ഏറെ ഏറ്റക്കുറിച്ചിലുകൾക്ക് ശേഷമാണ് ഇപ്പോൾ വിനിമയ മൂല്യം വീണ്ടും ഉയർന്നത്. കഴിഞ്ഞ മേയിൽ 115 രൂപ 43 പൈസയായി വിനിമയ മൂല്യം ഉയർന്നിരുന്നു. ഇന്ത്യയിലേക്ക് പണം അയക്കുന്നവർക്ക് വർധനവ് നേട്ടമുണ്ടാക്കുമെങ്കിലും പഠനാവശ്യങ്ങൾക്ക് കേരളത്തിൽ നിന്ന് UKയിലേക്ക് പണം അയക്കുന്നവർക്ക് ഇത് അധിക ചെലവിന് ഇടയാക്കും. കഴിഞ്ഞ അരനൂറ്റാണ്ടിലെ ഏറ്റവും മോശം നിലയിൽ ഡോളറിന്റെ മൂല്യം എത്തിയതാണ് പൌണ്ട് അടക്കമുള്ള നാണയങ്ങൾക്ക് മൂല്യമേറുവാൻ കാരണമായത്. അന്തരിച്ച എലിസബത്ത് രാജ്ഞിയുടെ മുഖം ആലേഖനം ചെയ്ത പൌണ്ട് 1 നാണയങ്ങളുടെ അവസാന ബാച്ച് വിപണിയിലേക്ക് 23 മില്യൺ നാണയങ്ങളാണ് വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ജനങ്ങളുടെ കൈകളിലേക്കുമായി എത്തുന്നത്. ഇവയ്ക്കൊപ്പം ചാൾസ് രാജാവിന്റെ ചിത്രം പതിപ്പിച്ച 75 ലക്ഷം നാണയങ്ങളും വിപണിയിലെത്തും. 2023 മുതൽ ചാൾസ് രാജാവിന്റെ ചിത്രം UKയിലെ നാണയങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 2021-22 വർഷം ഇറക്കിയ ഈ അവസാന ബാച്ച് എലിസബത്ത് നാണയങ്ങളുടെ പ്രകാശനം ബ്രിട്ടീഷ് നാണയ ചരിത്രത്തിലെ ഒരു പ്രധാന ഘട്ടമാണെന്നും രാജ്ഞിയുടെ മുഖം ആലേഖനം ചെയ്ത നാണയങ്ങൾ 4 വർഷം മുമ്പ് പുറത്തിറക്കിയിരുന്നുവെങ്കിലും ഒരു പൌണ്ട് നാണയങ്ങൾക്ക് ആവശ്യക്കാർ കൂടുതലായതിനാലാണ് ഇപ്പോൾ അവ വീണ്ടും പുറത്തിറക്കുന്നതെന്ന് റോയൽ മിന്റ് അറിയിച്ചു. രാജ്യത്തെ സ്വതന്ത്ര റോക്കറ്റ് വിക്ഷേപണ ശേഷി വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്ന UK സ്പേസ് ഏജൻസി ഇനി സ്വതന്ത്ര ഏജൻസിയായി നിലനിൽക്കില്ലെന്ന് സർക്കാർ അറിയിച്ചു. 2026 ഏപ്രിൽ മുതൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ സയൻസ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജിയുടെ കീഴിലായിരിക്കും ഇനി പ്രവർത്തിക്കുക. ചെലവുകൾ കുറയ്ക്കുവാനും ആവർത്തനങ്ങൾ ഒഴിവാക്കുവാനും മന്ത്രിമാരുടെ നേരിട്ടുള്ള മേൽനോട്ടം ഉറപ്പാക്കുവാനുമാണിതെന്ന് സർക്കാർ വ്യക്തമാക്കി. എന്നാൽ ഈ നീക്കം കുറഞ്ഞ കാലയളവിൽ പ്രവർത്തന തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും UK അന്താരാഷ്ട്ര സ്പേസ് മത്സരാർത്ഥികളുടെ പിന്നിലാക്കുവാൻ ഇടയാക്കും ും പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ മുന്നറിയിപ്പ് നൽകി. വംശീയമായ അധിക്ഷേപങ്ങൾ ഉയർത്തിക്കാട്ടുന്ന സാനെക്സ് ഷവർ ജെൽ പരസ്യം നിരോധിച്ചു. കറുത്ത ചർമ്മം പൊട്ടിപ്പൊളിഞ്ഞതും വെളുത്ത ചർമ്മം മിനുസമുള്ളതുമാണെന്ന് കാണിക്കുന്ന പരസ്യം വർഗീയ സ്ഥിരധാരണതകളെ ശക്തിപ്പെടുത്തുന്നതാണെന്ന് ആരോപിച്ചാണ് നിരോധനം. പരസ്യത്തിൽ ഇരുണ്ട ചർമ്മമുള്ള 2 മോഡലുകളെ കാണിക്കുന്നു. ഒരാൾക്ക് ചൊറിച്ചിലും മറ്റേയാൾക്ക് വരണ്ട ചർമ്മവുമുണ്ട്. തുടർന്ന് ചർമ്മ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു വെളുത്ത സ്ത്രീയെയും കാണിക്കുന്നുണ്ട്. വെളുത്ത ചർമ്മം കറുത്ത ചർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് സൂചിപ്പിക്കുന്നതായി വ്യാഖ്യാനിക്കുമെന്ന് പറയുന്ന 2 പരാതികൾ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ശരിവയ്ക്കുകയായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇന്ത്യയിലേക്ക് എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. UK, US, ബംഗ്ലാദേശ്, ഓസ്ട്രേലിയ, കാനഡ എന്നീ 5 രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് കൂടുതലായി ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ് ഡേറ്റ സൂചിപ്പിക്കുന്നത്. ലോക്സഭയിൽ FTAകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് രേഖാമൂലമുള്ള മറുപടിയായി കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ് ഈ ഡേറ്റ പങ്കുവച്ചത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ രാജ്യത്ത് രേഖപ്പെടുത്തിയ FTAകളെ കുറിച്ചുള്ള വിശദാംശങ്ങളും COVID-19 പാൻഡമിക്കിന് ശേഷം ഇന്ത്യയുടെ ടൂറിസം മേഖലയുടെ വീണ്ടെടുക്കലും അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ വരവ് പകർച്ചവ്യാധിക്ക് മുമ്പുള്ള നിലവാരത്തേക്കാൾ കൂടുതലാണോ എന്നീ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് മന്ത്രി ഇക്കാര്യങ്ങൾ അറിയിച്ചത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരെ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസൺ വീണ്ടും രംഗത്ത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്കിടയിലും കുറഞ്ഞ വിലയ്ക്ക് റഷ്യൻ എണ്ണ വാങ്ങി അത് ശുദ്ധീകരിച്ച് ഉയർന്ന വിലയ്ക്ക് വിറ്റ് ഇന്ത്യ ലാഭം കൊയ്യുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. CNBCക്ക് നൽകിയ അഭിമുഖത്തിലാണ് ബെൻസൺ ഇന്ത്യയുടെ നടപടിയെ അസ്വീകാര്യമെന്ന് വിശേഷിപ്പിച്ചത്. ദില്ലി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്ക് നേരെ ആക്രമണം. ഔദ്യോഗിക വസതിയിൽ നടത്തിയ ജനസമ്പർക്ക പരിപാടിക്കിടെയാണ് ആക്രമണമുണ്ടായത്. ഇന്ന് രാവിലെയാണ് സംഭവത്തിൽ ഒരു യുവാവിനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ മുഖ്യമന്ത്രിയെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് വിവരം. അതേസമയം ആക്രമണത്തിൽ പരിക്കേറ്റ മുഖ്യമന്ത്രിയെ ആശുപത്രിയിലേക്ക് മാറ്റി. പരാതിക്കാരനെന്ന വ്യാജേന എത്തിയ യുവാവാണ് മുഖ്യമന്ത്രിയെ മർദ്ദിച്ചത്.
അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന സുപ്രധാന ഭരണഘടനാ ഭേദഗതി ബില്ലിനെ അതിശക്തമായി എതിർക്കുമെന്ന് പ്രതിപക്ഷം. ഇത് പ്രതിപക്ഷ സർക്കാരുകളെ അട്ടിമറിക്കുവാനുള്ള കാടത്ത നിയമമാണെന്ന് കെ സി വേണുഗോപാൽ എം പി പ്രതികരിച്ചു. വോട്ട് കൊള്ള പോലെ മറ്റൊരു അട്ടിമറിയാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു. മലപ്പുറത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം ചേളാരി സ്വദേശിയായ 11 വയസ്സുള്ള കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നലെ നടത്തിയ സ്രവ പരിശോധന ഫലമാണ് പോസിറ്റീവായത്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.